എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF-ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. ഒരു വ്യാപാര കമ്പനി എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറിയത്. ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ പറയുന്ന വിഷയങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം, 3 പ്രസിഡൻസികൾ, കാർണാട്ടിക് യുദ്ധങ്ങൾ, പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, മൈസൂർ യുദ്ധങ്ങൾ, മറാത്ത യുദ്ധങ്ങൾ, സിഖ് യുദ്ധങ്ങൾ, ദിവാനി അവകാശം, അലഹാബാദ് ഉടമ്പടി. കമ്പനി എങ്ങനെ ഇന്ത്യയുടെ പരമാധികാരിയായി മാറി. ഇപ്പോൾ ക്ലാസ് ആരംഭിക്കാം. ഭാഗം 1, വ്യാപാര സ്ഥാപനമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് രാജ്യം ഭരിക്കാനല്ല, വ്യാപാരം നടത്താനാണ്. 1600-ൽ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി നൽകിയ റോയൽ ചാർട്ടർ വഴിയാണ് കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താനുള്ള അനുമതി ലഭിച്ചത്. ആദ്യ ലക്ഷ്യം ലാഭം മാത്രമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പരുത്തി, പട്ട്, കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, കറുവപ്പട്ട തുടങ്ങിയ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. ആദ്യകാല യാത്രകൾ കമ്പനിക്ക് വൻ ലാഭം നൽകി. 1611-ലെ 10ാമത്തെ യാത്രയിൽ നിക്ഷേപകർക്ക് ഏകദേശം 148% ലാഭം ലഭിച്ചു. ഇത് കമ്പനിയുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിച്ചു. എന്നാൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ വ്യാപാരം നടത്തുകയായിരുന്നു. ഒരേ സാധനങ്ങൾ വാങ്ങാൻ എല്ലാവരും മത്സരിച്ചതിനാൽ വില ഉയർന്നു, ലാഭം കുറഞ്ഞു. അതോടെ മത്സരം യുദ്ധത്തിലേക്ക് മാറി. ഇവിടെയാണ് വ്യാപാരത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഭാഗം 2, ഇന്ത്യയിലെ 3 പ്രധാന കേന്ദ്രങ്ങൾ. മദ്രാസ്, 1639 ഓഗസ്റ്റ് 22. ഫ്രാൻസിസ് ഡേ ഡാമർല വെങ്കടാദ്രി നായക്കിൽ നിന്ന് മദ്രാസ് പട്ടണം പ്രദേശം നേടി. അവിടെ ഫാക്ടറിയും ഗോഡൌണും നിർമ്മിച്ചു. പിന്നീട് ഫോർട്ട് സെന്റ് ജോർജ് സ്ഥാപിച്ചു. 1746 മുതൽ 1748 വരെ ഫ്രഞ്ചുകാർ കൈവശപ്പെടുത്തി. ശേഷം ഇംഗ്ലീഷുകാർ തിരിച്ചുപിടിച്ചു. പിറ്റ്സ് ഇന്ത്യ ആക്ടിന് ശേഷം മദ്രാസ് ഒരു പ്രസിഡൻസിയായി. ബോംബെ ആദ്യം പോർച്ചുഗീസുകാരുടെ കൈവശം. 1661-ൽ ഇംഗ്ലണ്ട് രാജാവായ ചാൾസ് രണ്ടാമൻ വിവാഹ സമ്മാനമായി ലഭിച്ചു. 1668-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. പടിഞ്ഞാറൻ തീരത്തെ പ്രധാന വ്യാപാര കേന്ദ്രമായി വളർന്നു. പിന്നീട് പ്രസിഡൻസിയായി. ബംഗാൾ 1612-ൽ ഹൂഗ്ലിയിൽ വ്യാപാരം തുടങ്ങി. 1651-ൽ ഫാക്ടറി സ്ഥാപിച്ചു. 1696-ൽ ഫോർട്ട് വില്യം നിർമ്മിച്ചു. മുഗൾ ചക്രവർത്തിയിൽ നിന്ന് നികുതിയില്ലാതെ വ്യാപാരം നടത്താനുള്ള അനുമതി ലഭിച്ചു. സുതാനുട്ടി, ഗോവിന്ദപുരം, കാളികട്ട എന്നീ 3 ഗ്രാമങ്ങൾ ചേർത്ത് കൊൽക്കത്ത നഗരം വികസിപ്പിച്ചു. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറി. ഭാഗം 3, വ്യാപാരത്തിൽ നിന്ന് യുദ്ധത്തിലേക്ക്. ഔറംഗസീബിന്റെ മരണത്തിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. പ്രാദേശിക ഭരണാധികാരികൾ ശക്തരായി. ബംഗാളിൽ അലിവർദി ഖാനും പിന്നീട് സിറാജുദ്ദൗളയും അധികാരത്തിലെത്തി. ഇവർ കമ്പനി ദുരുപയോഗം ചെയ്യുന്ന നികുതിയിളവുകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കമ്പനി അനുമതിയില്ലാതെ ഫോർട്ട് വില്യം ശക്തിപ്പെടുത്തി. ഇത് സിറാജുദ്ദൗളയെ പ്രകോപിപ്പിച്ചു. ഇവിടെ നിന്നാണ് പ്ലാസിയിലേക്കുള്ള വഴി തുറക്കുന്നത്. ഭാഗം 4, കാർണാട്ടിക് യുദ്ധങ്ങൾ. കാർണാട്ടിക് യുദ്ധങ്ങൾ 3 ഒന്നാം കാർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെ.
യൂറോപ്പിലെ ഓസ്ട്രിയൻ അവകാശ യുദ്ധത്തിന്റെ ഭാഗം. ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തു. 1748 ഐക്സ് ലാ ഷപ്പൽ ഉടമ്പടിയോടെ മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരികെ ലഭിച്ചു. രണ്ടാം കാർണാട്ടിക് യുദ്ധം. നിസാം ഉൽ മുൽക്കിന്റെ മരണശേഷമുള്ള അവകാശ തർക്കം. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പിന്തുണച്ചു. 1751 റോബർട്ട് ക്ലൈവ് ആർക്കോട്ട് പിടിച്ചെടുത്തു. മുഹമ്മദ് അലി കാർണാട്ടിക് നവാബായി. ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലെ തിരികെ വിളിക്കപ്പെട്ടു. പോണ്ടിച്ചേരി ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. മൂന്നാം കാർണാട്ടിക് യുദ്ധം 1756 മുതൽ 1763 വരെ. യൂറോപ്പിലെ 7 ഇയേഴ്സ് വാറിന്റെ ഭാഗം. ഫ്രഞ്ചുകാർ ചന്ദനഗർ, വാണ്ടിവാഷ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ പരാജയപ്പെട്ടു. 1763 പാരീസ് ഉടമ്പടിയോടെ ഫ്രഞ്ചുകാരുടെ രാഷ്ട്രീയ സ്വപ്നം അവസാനിച്ചു. ബ്രിട്ടീഷ് മേൽക്കോയ്മ ഉറപ്പിച്ചു. ഭാഗം 5 പ്ലാസി യുദ്ധം. പരീക്ഷകളിലെ ഏറ്റവും പ്രധാന വിഷയം. 1756 സിറാജുദ്ദൗള ഫോർട്ട് വില്യം പിടിച്ചെടുത്തു. ഇതിനുശേഷം ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന കഥ ഇംഗ്ലീഷുകാർ പ്രചരിപ്പിച്ചു. 1757 റോബർട്ട് ക്ലൈവ് ഫോർട്ട് വില്യം തിരിച്ചുപിടിച്ചു. ചന്ദനഗർ ഫ്രഞ്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്തു. തുടർന്ന് ഒരു ഗൂഢാലോചന നടന്നു. ജഗത് സേത്ത്, റോബർട്ട് ക്ലൈവ്, മീർ ജാഫർ എല്ലാവരും ചേർന്ന് സിറാജുദ്ദൗളയെ പുറത്താക്കാൻ തീരുമാനിച്ചു. 1757 ജൂൺ 23. പ്ലാസി യുദ്ധം. സിറാജിന്റെ സൈന്യം ഏകദേശം 50,000. കമ്പനിക്ക് ഏകദേശം 3000 സൈന്യം മാത്രം. എന്നാൽ മീർ ജാഫറിന്റെ വഞ്ചന കാരണം സിറാജുദ്ദൗള പരാജയപ്പെട്ടു. മീർ ജാഫർ നവാബായി. പ്ലാസി യുദ്ധത്തിന്റെ പ്രാധാന്യം. ബ്രിട്ടീഷ് രാഷ്ട്രീയ ആധിപത്യത്തിന്റെ തുടക്കം. ബംഗാളിലെ വ്യാപാര നിയന്ത്രണം കമ്പനിക്ക് ലഭിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയായി പ്ലാസി അറിയപ്പെടുന്നു. ഭാഗം 6 ബക്സാർ യുദ്ധം. മീർ ജാഫറിന് ശേഷം മീർ ഖാസിം നവാബായി. എന്നാൽ അദ്ദേഹം കമ്പനിയുടെ വ്യാപാര ആനുകൂല്യങ്ങൾ എടുത്തുകളഞ്ഞു. ശേഷം മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനും അവധ് നവാബും ചേർന്ന് കമ്പനിക്കെതിരെ സഖ്യം രൂപീകരിച്ചു. 1764 ഒക്ടോബർ 22. ബക്സാർ യുദ്ധം. കമ്പനി വിജയിച്ചു. 1765 അലഹാബാദ് ഉടമ്പടി. ഏറ്റവും പ്രധാന പരീക്ഷാ ചോദ്യം. ഈ ഉടമ്പടിയിലൂടെ ബംഗാൾ, ബിഹാർ, ഒഡീഷ എന്നിവയുടെ ദിവാനി അവകാശം കമ്പനിക്ക് ലഭിച്ചു. അതായത് ഭൂനികുതി പിരിവിന്റെ അവകാശം. മുഗൾ ചക്രവർത്തിയും അവധ് നവാബും കമ്പനി പെൻഷൻ വാങ്ങുന്നവരായി. ഡ്യുവൽ ഗവൺമെന്റ് നടപ്പാക്കി. ബംഗാളിലെ വരുമാനം സൈന്യത്തിനും ഭരണത്തിനും വ്യാപാരത്തിനും ഉപയോഗിച്ചു. 1765 കമ്പനി യഥാർത്ഥ ഭരണാധികാരിയായി. ഭാഗം 7 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ഹൈദർ അലി 1761 മൈസൂരിന്റെ ശക്തനായ ഭരണാധികാരിയായി. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ശക്തി വർദ്ധിപ്പിച്ചു. ഇംഗ്ലീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ചു. ഒന്നാം യുദ്ധം. 1767 മുതൽ 1769 വരെ. മദ്രാസ് ഉടമ്പടി. രണ്ടാം യുദ്ധം. 1780 മുതൽ 1784 വരെ. ഹൈദർ അലി ആർക്കോട്ടിൽ കേണൽ ബെയ്ലിയെ തോൽപ്പിച്ചു. 1782 ഹൈദർ അലി മരിച്ചു. ടിപ്പു സുൽത്താൻ യുദ്ധം തുടർന്നു. 1784 മംഗലാപുരം ഉടമ്പടി. മൂന്നാം യുദ്ധം.
1790 മുതൽ 1792 വരെ. ടിപ്പു തിരുവിതാംകൂർ ആക്രമിച്ചു. കോർൺവാലിസ് ശ്രീരംഗപട്ടണത്തെ വളഞ്ഞു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിന്റെ പകുതി പ്രദേശം നഷ്ടമായി. 3 കോടിയിലധികം രൂപ നഷ്ടപരിഹാരം. നാലാം യുദ്ധം 1799. ടിപ്പു ഫ്രഞ്ചുകാരുമായി ബന്ധം സ്ഥാപിച്ചു. ഇംഗ്ലീഷുകാർ 4 ദിശകളിൽ നിന്ന് ആക്രമിച്ചു. ശ്രീരംഗപട്ടണം വീണു. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ കമ്പനി പരമാധികാരം നേടി. ഭാഗം 8. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ഒന്നാം യുദ്ധം 1775 മുതൽ 1782 വരെ. 1782 സാൽബായ് ഉടമ്പടി. രണ്ടാം യുദ്ധം 1802 മുതൽ 1805 വരെ. പേഷ്വ ബാജിറാവു രണ്ടാമൻ ബാസൈൻ ഉടമ്പടി ഒപ്പുവച്ചു. ഇത് മറാത്ത നേതാക്കൾ എതിർത്തു. അസായി, അർഗാവ്, ലാസ്വാരി, ഡൽഹി തുടങ്ങിയ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് വിജയിച്ചു. മൂന്നാം യുദ്ധം 1817 മുതൽ 1818 വരെ. ലോർഡ് ഹേസ്റ്റിംഗ്സിന്റെ കാലം. പൂനെ ഉടമ്പടി. പേഷ്വയുടെ സ്ഥാനം അവസാനിച്ചു. ബ്രിട്ടീഷ് റെസിഡന്റ് നിയമിച്ചു. കൊങ്കൺ, മാൽവ, ബുണ്ടേൽഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങൾ നഷ്ടമായി. 1818 മറാത്ത പ്രതിരോധം പൂർണ്ണമായി അവസാനിച്ചു. പേഷ്വയ്ക്ക് വർഷം 8 ലക്ഷം രൂപ പെൻഷൻ നൽകി. ഭാഗം 9. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഒന്നാം യുദ്ധം 1845 മുതൽ 1846 വരെ. രഞ്ജിത് സിംഗിന്റെ മരണശേഷം അസ്ഥിരത. മുക്കി, ഫിറോസ്പൂർ, അലിവാർ, സോബ്രാവോൺ എന്നിവിടങ്ങളിൽ സിഖുകൾ പരാജയപ്പെട്ടു. 1846 ലാഹോർ ഉടമ്പടി. സേന കുറച്ചു. ഹെൻറി ലോറൻസ് ബ്രിട്ടീഷ് റെസിഡന്റായി. രണ്ടാം യുദ്ധം 1848 മുതൽ 1849 വരെ. മുൾരാജിന്റെ കലാപം. രാംനഗർ, ചില്ലിയൻവാല. ഗുജറാത്ത് യുദ്ധം 1849 മാർച്ച് 12 സിഖ് സൈന്യം കീഴടങ്ങി. പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചേർന്നു. വിദ്യാർത്ഥികളെ, പരീക്ഷയ്ക്ക് നിർബന്ധമായി ഓർക്കുക. റോയൽ ചാർട്ടർ 1600. മദ്രാസ് 1639. ബോംബെ 1668. ബംഗാൾ ഫാക്ടറി 1651. കാർണാട്ടിക് യുദ്ധങ്ങൾ 3. പ്ലാസി 1757 ജൂൺ 23. ബക്സാർ 1764 ഒക്ടോബർ 22. അലഹാബാദ് ഉടമ്പടി 1765. ദിവാനി അവകാശം ബംഗാൾ, ബിഹാർ, ഒഡീഷ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ 3. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ 2. ഇതുവരെ പഠിച്ചത് റിവിഷൻ ചെയ്യാം. ഈ യൂണിറ്റിൽ നമ്മൾ കണ്ടത് ഒരു വ്യാപാര സ്ഥാപനമായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ യുദ്ധം, നയതന്ത്രം, സഖ്യങ്ങൾ, ഉടമ്പടികൾ, വഞ്ചന എന്നിവ ഉപയോഗിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കൈവശപ്പെടുത്തി എന്നതാണ്. കാർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ചുകാരെ പുറത്താക്കി. പ്ലാസി യുദ്ധം രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കമായി. ബക്സാർ യുദ്ധം വരുമാന അവകാശം നൽകി. മൈസൂർ, മറാത്ത, സിഖ് യുദ്ധങ്ങൾ ഇന്ത്യയിലെ ശക്തമായ ദേശീയ ശക്തികളെ പരാജയപ്പെടുത്തി. ഇതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ പരമാധികാര ശക്തിയായി മാറി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ, വിജയിക്കൂ, ചരിത്രം കീഴടക്കൂ. ഇത് PSC ചാലഞ്ചർ പ്രോ, നെറ്റ് ആൻഡ് JRF.
സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.